എല്ലാ വർഷവും ഒക്ടോബർ മാസമാണ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതിനാൽ ഈ രോഗത്തെ പറ്റിയും രോഗലക്ഷണങ്ങളെ പറ്റിയും നമ്മൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതാണ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജു ചന്ദ്രബോസ്, നിംസ് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസറുകൾ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതിനായി എത്രയും വേഗം രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ? ബ്രസ്റ്റിൽ വരുന്ന തടിപ്പ്, വലുപ്പത്തിലുള്ള വ്യത്യാസം, നിപ്പിൾസിൽ നിന്ന് ഡിസ്ചാർജ് വരിക, നിപ്പിൾസ് അകത്തേക്ക് വലിയുക, സ്കിൻ ചേഞ്ചസ്, കക്ഷത്തിൽ വരുന്ന മുഴ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ഡോക്ടറിനെ സമീപിക്കും. ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്താനായി എല്ലാ മാസവും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഡോക്ടറിനെ സമീപിച്ച് റെഗുലറായി ബ്രസ്റ്റ് സ്ക്രീനിങ് നടത്തണം. ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ മാമോഗ്രാം, അൾട്രാസൗണ്ട് എന്നീ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിച്ച് രോഗനിർണയം നടത്താൻ സാധിക്കും. ഏകദേശം 10% ആളുകളിൽ ഫെമിനിലായി ബ്രസ്റ്റ് ക്യാൻസർ കാണും. ഇതിനായി കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകളിലോ 50 വയസ്സിൽ താഴെ പ്രായമുള്ളവരിലോ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ പോലെ അഗ്രസീവ് ടൈപ്പ് ആണെങ്കിലോ ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. BRCA1, BRCA2 എന്നീ ജീനിന്റെ പ്രസൻസ് രക്തപരിശോധനയിലൂടെ നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ്. സ്വയം പരിശോധിക്കുക, ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും സുരക്ഷിതമായിരിക്കുക.